We have already discussed the classical definition of probability. So, today we can discuss some problems related to classical definition. So, first problem, we can read out the question. What is the probability that a leap year selected at random will contain 53 Sundays? ഒരു ലീപ്പ് ഇയറിൽ 53 സൺഡേ ഉണ്ടാവാനുള്ള പ്രോബബിലിറ്റിയാണ് നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ടത്. ഓക്കെ, സോ വാട്ട് ഇസ് എ ലീപ്പ് ഇയർ? ലീപ്പ് ഇയർ മീൻസ് എ ഇയർ കൺസിസ്റ്റിംഗ് ഓഫ് 366 ഡേയ്സ്. ഓക്കെ, സോ 366 ഡേയ്സ് എന്ന് പറഞ്ഞാൽ അതിൽ എത്ര വീക്സ് ഉണ്ടാവും? ഡിവൈഡഡ് ബൈ 7 ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് 52 വീക്സ് ആൻഡ് 2 ഡേയ്സ്. 52 വീക്സും 2 ഡേയ്സും ഉണ്ട്. സോ 52 വീക്സ് ഒക്കർ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അവിടെ 52 സൺഡേയ്സ് ഓൾറെഡി ഒക്കർ ചെയ്തു കഴിഞ്ഞു. അപ്പോൾ ഇനി ബാക്കിയുള്ള 2 ദിവസമാണ്. ആ 2 ദിവസത്തിൽ സൺഡേ വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് 53 സൺഡേയ്സ് ഉണ്ടാവുള്ളൂ. സോ ആ 2 ദിവസം എന്ന് പറഞ്ഞാൽ 2 കോൺസിക്യൂട്ടീവ് ഡേയ്സാണ്, അടുത്തടുത്തുള്ള ദിവസങ്ങളാണ്. സോ ആ 2 ദിവസം ഏതൊക്കെ വരാം എന്നുള്ളതാണ് നമ്മളവിടെ സെറ്റായിട്ട് കൊടുത്തിട്ടുള്ളത്. സൺഡേ മൺഡേ അല്ലെങ്കിൽ മൺഡേ ട്യൂസ്ഡേ അടുത്തടുത്തുള്ള ദിവസം ആവണമല്ലോ, അല്ലെങ്കിൽ ട്യൂസ്ഡേ വെനസ്ഡേ, വെനസ്ഡേ തേഴ്സ്ഡേ, തേഴ്സ്ഡേ ഫ്രൈഡേ, ഫ്രൈഡേ സാറ്റർഡേ ഓർ സാറ്റർഡേ സൺഡേ. അപ്പോൾ ടോട്ടൽ 7 കേസസ് ഉണ്ട്. ഇതിൽ സൺഡേ വരുന്ന ഏതൊക്കെയാണ്? സൺഡേ മൺഡേയും അതുപോലെ സാറ്റർഡേ സൺഡേയും. സോ ഇവിടെ 53 സൺഡേ വരാനുള്ള ഫേവറബിൾ കേസസ് ഏതൊക്കെയാണ്? സൺഡേ മൺഡേയും സാറ്റർഡേ സൺഡേയും. സോ ടോട്ടൽ കേസ് ഇവിടെ 7ഉം വരുന്നുണ്ട്, അതുപോലെ ഫേവറബിൾ കേസസ് 2 ഉണ്ട്. സോ അക്കോർഡിംഗ് ടു ക്ലാസിക്കൽ definition the required probability is number of favorable cases by total number of cases. So 2/7 is the answer. Next is a very common question that is seen in the question paper. Coin tossing ൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, സോ ദി ക്വസ്റ്റ്യൻ ഇസ് 3 coins are tossed. What is the probability of getting 8 sub questions കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ is all heads, then exactly 1 head, exactly 2 heads, at least 1 head, at least 2 heads, at most 1 head, at most 2 heads and no head. ഓക്കെ, സോ ഇങ്ങനെ നമുക്ക് കോയിൻ ടോസിങ്ങിൻ്റെ ഒക്കെ പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ നമ്മൾ എന്ത് ചെയ്യുക? സാമ്പിൾ സ്പേസ് എഴുതുക. ഓക്കെ, അപ്പോൾ ഇവിടെ 3 കോയിൻസ് ആണ് ടോസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ സാമ്പിൾ സ്പേസ് എന്തൊക്കെ വരാം? 3 ഹെഡ്സ് വരാം, അതുപോലെ 2 ഹെഡ്സ് ആൻഡ് 1 ടെയിൽ വരുന്ന കേസ് വരാം, അതുപോലെ ഓൾ ടെയിൽസ് 2 tails and 1 head വരുന്ന കേസ് വരാം. ഓക്കെ, സോ ആദ്യം തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? സാമ്പിൾ സ്പേസ് എഴുതുക. So sample space will be having 8 elements. So we have written the sample space. So first question is all heads. So all heads വരുന്ന എത്ര ഫേവറബിൾ കേസസ് ഉണ്ട്? ഒറ്റയൊന്നേ ഉള്ളൂ, H എന്ന് വരുന്ന. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് കേസസ് 8 ആണ്. സോ ദ റിക്വയർഡ് പ്രോബബിലിറ്റി ഈസ് 1/8. സെക്കൻഡ് വൺ ഈസ് എക്സാക്ട്ലി 1 ഹെഡ്. എക്സാക്ട്ലി 1 ഹെഡ് എന്ന് പറഞ്ഞാൽ 1 ഹെഡ് മാത്രമേ പാടുള്ളൂ. സോ അവിടെ 3 കേസസ് ആണ് വരുന്നത്, HTT, THH, TTH. അതായത് H ഫസ്റ്റ് കോയിനിൽ, H സെക്കൻഡ് കോയിനിൽ, അതുപോലെ H തേർഡ് കോയിനിൽ ഒക്കെ ചെയ്യുന്നതാണ്. ഓക്കെ, സോ ദ പ്രോബബിലിറ്റി ഈസ് 3/8. Then third one is exactly 2 head. ഓക്കെ, സോ അവിടെയും 3 കേസസ് ആണ് ഫേവറബിൾ കേസസ് വരുന്നത്. നമ്മൾ ആ ഫേവറബിൾ കേസസിൻ്റെ സെറ്റ് എഴുതിയിട്ടുണ്ട്. സോ ദർ ഓൾസോ ദി പ്രോബബിലിറ്റി ഈസ് 3/8. Then fourth one, you just look, at least 1 head. At least 1 head means minimum 1 head എങ്കിലും വേണം, മാക്സിമം എത്ര വേണമെങ്കിലും വരാം. അപ്പോൾ ഇവിടെ മാക്സിമം 3 ഹെഡ്സ് വരെ വരാം. സോ 1 ഹെഡ് ഉള്ളതും 2 ഹെഡ് ഉള്ളതും 3 ഹെഡ് ഉള്ളതും എല്ലാം നമ്മൾ കൺസിഡർ ചെയ്യും. അപ്പോൾ അവിടെ കൺസിഡർ ചെയ്യാത്തത് ഏതാണ്? നോ ഹെഡ്സ് മാത്രമാണ്. സോ ദി ഫേവറബിൾ കേസസ് ആർ 7. ഓക്കെ, സോ ദി റിക്വയർഡ് പ്രോബബിലിറ്റി ഈസ് 7/8. നെക്സ്റ്റ് ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ ഇസ് അറ്റ് ലീസ്റ്റ് 2 ഹെഡ്സ്. സോ അറ്റ് ലീസ്റ്റ് 2 ഹെഡ്സ് എന്ന് പറഞ്ഞാൽ 2 ഹെഡും വരാം, 2 എങ്കിലും എന്നാണ് പറയുന്നത്. സോ 2ഉം വരാം 3ഉം വരാം.
ഓക്കെ. സോ അവിടെ നമ്മൾ സെറ്റ് കൊടുത്തിട്ടുണ്ട് 4 കേസസ് ആണുള്ളത്. സോ ദി പ്രോബബിലിറ്റി ഈസ് 4/8. ഇനി 6th ക്വസ്റ്റ്യൻ ഇസ് അറ്റ് മോസ്റ്റ് 1 ഹെഡ്. മാക്സിമം 1 ഹെഡേ വരാൻ പാടുള്ളൂ. സോ അവിടെ 1 ഹെഡും വരാം, നോ ഹെഡും വരാം. മാക്സിമം 1 എന്നേ പറയുന്നുള്ളൂ. ഓക്കെ. അപ്പോൾ അതുകൊണ്ടാണ് നോ ഹെഡ് വരുന്ന ടെയിൽ എന്നുള്ള കേസും കൂടെ എടുത്തിട്ടുള്ളത്. ഓക്കെ. സോ 4 കേസസ് ഉണ്ട്. സോ പ്രോബബിലിറ്റി ഈസ് 4/8. Now 7th one is also at most 2 heads. So maximum 2 head. So 2 head maximum 2 എന്ന് പറയുമ്പോൾ 2 1 0. ഓക്കെ. സോ ആ കേസസ് എല്ലാം നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. സോ ദാറ്റ് ഈസ് 7/8. ഓക്കെ. ഇനി 8th ക്വസ്റ്റ്യൻ നോ ഹെഡ്. ദാറ്റ് ഈസ് വെരി സിമ്പിൾ അല്ലേ. നോ ഹെഡ് എന്ന് പറയുന്ന ഒറ്റ കേസേ ഉള്ളൂ. ദാറ്റ് ഈസ് ടെയിൽ. സോ ദി പ്രോബബിലിറ്റി ഈസ് 1/8. Now we can move on to next type of question. A box contains 8 red, 3 white and 9 blue balls. If 3 balls are drawn at random, determine the probability that 4 sub-questions are given. All 3 are blue, 2 are red and 1 is white. At least 1 is white. 1 of each color is drawn. ഓക്കെ. സോ ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനും വെരി കോമൺ ക്വസ്റ്റ്യൻ ആണ് പ്രോബബിലിറ്റി തിയറിയിൽ. സോ ഒരു ബോക്സിൽ 3 കളേഴ്സിലുള്ള ബോൾസ് അല്ലെങ്കിൽ ഒരു ബാഗിൽ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വരുന്ന ക്വസ്റ്റ്യനിൽ നമ്മൾ മെയിനായിട്ട് ഇത് സോൾവ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് കോമ്പിനേഷൻ എന്നുള്ള കോൺസെപ്റ്റ് വെച്ചിട്ടാണ്. ഓക്കെ. So first question is probability of all 3 are balls. So 8 റെഡും 3 വൈറ്റും 9 ബ്ലൂ ബോൾസും ഉള്ള ബോക്സിന് നമ്മൾ 3 ബോൾസ് ആണ് ഡ്രോ ചെയ്യുന്നത്. അപ്പോൾ ടോട്ടൽ ബോൾസ് അവിടെ എത്രയാണ്? 8 + 3 + 9 ദാറ്റ് ഇസ് 20. സോ 20 ബോൾസിന്ന് 20 ബോൾസ് ഉള്ള ബോക്സിന്ന് നമ്മൾ 3 ബോൾസ് ആണ് ഡ്രോ ചെയ്യുന്നത്. സോ അവിടെ ടോട്ടൽ നമ്പർ ഓഫ് കേസ് എന്ന് പറയുന്നത് 20C3 ആണ്. ഓക്കെ. സോ നമ്മുടെ ക്വസ്റ്റ്യൻ പ്രോബബിലിറ്റി ഓഫ് ഓൾ 3 ആർ ബ്ലൂ. എല്ലാം 3 ബോൾസും ബ്ലൂ ബോൾസ് ആവാനുള്ള പ്രോബബിലിറ്റി. സോ അവിടെ ഫേവറബിൾ കേസിൽ ബ്ലൂ ബോൾസ് എത്രയാണ്? 9 ആണ്. സോ 9 ബ്ലൂ ബോൾസിന്ന് 3 ബോൾസ് എടുക്കണം. ഓക്കെ. എന്നാലേ എല്ലാ 3 ബോൾസും ബ്ലൂ കളർ ആവുള്ളൂ. ഓക്കെ. സോ അവിടെ ഫേവറബിൾ കേസ് എന്ന് പറയുന്നത് 9C3 ആണ്. ഓക്കെ. 9 ബ്ലൂ ബോൾസിന്ന് 3 ബോൾസ് എടുക്കണം. ഓക്കെ. എന്നാലേ ഓൾ ദ 3 ബോൾസ് ആർ ബ്ലൂ എന്ന് പറയാൻ പറ്റുള്ളൂ. സോ പ്രോബബിലിറ്റി ഓഫ് ഓൾ 3 ആർ ബ്ലൂ എന്ന് പറയുന്നത് എന്താണ്? 9C3 ഡിവൈഡഡ് ബൈ 20C3 ദാറ്റ് ഈസ് ഈക്വൽ ടു 7/95. ഇനി ബി സബ് ക്വസ്റ്റ്യൻ നോക്കാം. 2 ആർ റെഡ് ആൻഡ് 1 ഈസ് വൈറ്റ്. സോ ഇവിടെയും ടോട്ടൽ കേസ് എത്രയാണ്? 20C3 തന്നെയാണ്. ഇനി ഫേവറബിൾ കേസ് നോക്കാം. 2 ആർ റെഡ്. സോ 2 റെഡ് സെലക്ട് ചെയ്യണം. എത്ര റെഡ് എന്ന്? 8 റെഡ് എന്ന്. സോ ദാറ്റ് ഈസ് 8C2. ഓക്കെ. ആൻഡ് 1 ഈസ് വൈറ്റ്. സോ വൈറ്റ് ബോൾസ് ടോട്ടൽ 3 ഉണ്ട്. അതിൽ 1 സെലക്ട് ചെയ്യണം. സോ ദാറ്റ് ഈസ് 3C1. ഓക്കെ. സോ ഫേവറബിൾ കേസസ് 8C2 ഇൻറ്റു 3C1. Okay. So favorable case divided by 20C3 you will get the required probability, that is 7/95. Next question is probability of at least 1 is white. So at least 1 is white എന്ന് പറഞ്ഞാൽ മിനിമം 1 വേണം എന്നാണ് മീൻ ചെയ്യുന്നത്. സോ മിനിമം 1 മീൻസ് 1 to infinity വരെ വരാം. ഓക്കെ. സോ അതിന് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് നമുക്ക് എഴുതാൻ പറ്റും. സോ ദാറ്റ് ഈസ് സെയിം ആസ് 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ 1. സോ എക്സ് ലെസ് ദാൻ 1 എന്ന് പറയുന്ന കേസ് ഏത് മാത്രമാണ്? എക്സ് ഈക്വൽ ടു 0 ആണ്. സോ ഈ ഒരു കോൺസെപ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ ഈ ക്വസ്റ്റ്യനിൽ പ്രോബബിലിറ്റി ഓഫ് അറ്റ്ലീസ്റ്റ് 1 ഇസ് വൈറ്റ് എന്ന് ഉള്ളതിന് 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് നൺ ഇസ് വൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ. സോ പ്രോബബിലിറ്റി ഓഫ് നൺ ഇസ് വൈറ്റ്, അതായത് 3 ബോൾസ് സെലക്ട് ചെയ്യുമ്പം അതിൽ വൈറ്റ് ബോൾ വരാനേ പാടില്ല. അപ്പോൾ അവിടെ ഫേവറബിൾ കേസസ് എന്ന് പറയുന്നത് 17. മൊത്തം 3 വൈറ്റ് ബോൾസ് ആണ് എടുക്കുന്നത്. അതിനെ നമ്മൾ കൺസിഡർ ചെയ്യാനേ പാടില്ല. സോ 20 ബോൾസിൽ 3 കൂട്ടുന്നില്ലെങ്കിൽ ബാക്കി 17 ബോൾസ് ആണ്. ആ 17 ബോൾസിൽ നിന്ന് 3 ബോൾസ് സെലക്ട് ചെയ്യുക. അതുകൊണ്ടാണ് ന്യൂമറേറ്ററിൽ 17C3 എന്ന് വരുന്നത്. ഓക്കെ. സോ ഇവിടെ വരുന്ന പ്രോബബിലിറ്റി ഇസ് 1 മൈനസ് 17C3 ബൈ 20C3. സോ ദി ആൻസർ ഇസ് 23/57.
Last one is very simple question, that is probability of one of each color. അതായത് 3 balls ആണ് സെലക്ട് ചെയ്യുന്നത്. ആ 3 balls-ലും 3 കളേഴ്സുമാണ് നമ്മുടെ കയ്യിലുള്ളത് അല്ലേ. വൈറ്റ് ഉണ്ട്, ബ്ലൂ ഉണ്ട്, റെഡ് ഉണ്ട്. സോ ആ ഓരോ കളേഴ്സിൽ നിന്നും ഓരോ ബോൾസ് സെലക്ട് ചെയ്യണം. സോ റെഡ് 8 balls ഉണ്ട്, അതൊന്ന് ഒന്ന് സെലക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ 8C1. വൈറ്റ് 3 balls ഉണ്ട്, അതൊന്ന് 1 സെലക്ട് മീൻസ് 3C1. ആൻഡ് 9 ബ്ലൂ ബോൾസ് ഒന്ന് സെലക്ട് ചെയ്യുന്നത് 9C1. So favorable cases is equal to 8C1 into 3C1 into 9C1 divided by 20C3 ചെയ്ത് കഴിഞ്ഞാൽ we will get probability of one of each color. Okay. Now we can move on to the next question. What is the probability of getting 9 cards of the same suit in one hand at a game of bridge? ഈ ഗെയിം ഓഫ് ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ നമ്മൾ കാർഡ്സ് കളിക്കുന്നത് തന്നെയാണ്. അതിൽ 2 ടീംസ് ഉണ്ടാവും. അതിൽ ഒരു ടീമിൽ 2 പേഴ്സൺസ് ഉണ്ടാവും. ഓക്കെ, സോ അങ്ങനെ 4 പേഴ്സൺസ് ടോട്ടൽ ഉണ്ടായിരിക്കും. സോ നമ്മുടെ കാർഡ്സ് നിങ്ങൾക്കറിയാം 52 കാർഡ്സാണ് ടോട്ടൽ ഉണ്ടാവുക. സോ 4 പീപ്പിൾ 2 ടീമാണെങ്കിലും 4 പീപ്പിൾ കളിക്കുന്ന ഗെയിമിൽ ഒരാളുടെ കയ്യിൽ എത്ര കാർഡ്സ് ഉണ്ടാവും? 13 കാർഡ്സ് ഉണ്ടാവും. that is 52 by 4, that is equal to 13 cards. ഓക്കെ, അതുപോലെ ഈ 52 കാർഡ്സിൽ തന്നെ 4 സ്യൂട്ട്സ് കാർഡ്സ് ഉണ്ട്. അതായത് ഹാർട്ട്, ഡയമണ്ട്, സ്പേഡ്, ക്ലബ് എന്ന് പറയുന്ന 4 ടൈപ്പ് ഓഫ് കാർഡ്സ്. അതിനെയാണ് നമ്മൾ 4 സ്യൂട്ട്സ് എന്ന് പറയുന്നത്. So here the question is to find the probability of getting 9 cards of the same suit in one hand at a game of bridge. അതായത് ഒരു പേഴ്സൻ്റെ കയ്യിൽ ഈ സെയിം സ്യൂട്ടിൽ വരുന്ന 9 കാർഡ്സ് ഉണ്ടാവാനുള്ള പ്രോബബിലിറ്റിയാണ് നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ടത്. സോ ഇവിടെ 52 കാർഡ്സ് ഉണ്ട്, അതിൽ 13 കാർഡ്സാണ് ഒരാളുടെ കയ്യിലുള്ളത്. സോ അതാണ് നമ്മുടെ ടോട്ടൽ കേസ് എന്ന് പറയുന്നത് 52C13 ആണ്. ഓക്കെ, ഇനി അയാളുടെ ഫേവറബിൾ കേസാണ് നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത്. സോ 13 കാർഡ്സിൽ 9 സെയിം സ്യൂട്ട് കാർഡ്സ് ഉണ്ടാവുക എന്ന് പറയുമ്പം അതിന് എത്ര വേസിൽ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും? 13C9 നമ്പർ ഓഫ് പോസിബിൾ വേസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അത് മാത്രമല്ല നമ്മളെ ഫേവറബിൾ കേസ്, ബാക്കി 4 കാർഡ്സും കൂടി വേണം. 9 കാർഡ്സേ ഇപ്പോൾ ആയിട്ടുള്ളൂ, ബാക്കി 4 കാർഡ്സും കൂടി വരുമ്പോഴേ ടോട്ടൽ 13 കാർഡ്സ് ആവുള്ളൂ. സോ ഈ ബാക്കി 4 കാർഡ്സ് സെലക്ട് ചെയ്യുന്നത് ഈ 52 മൈനസ് 13, ദാറ്റ് ഈസ് 39 കാർഡ്സ് എന്നാണ് നമ്മൾ ബാക്കി 4 കാർഡ്സ് സെലക്ട് ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് 39C4 നമ്പർ ഓഫ് വേസിൽ ഈ 4 കാർഡ്സ് സെലക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അങ്ങനെ 4 സ്യൂട്ട്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ ഫേവറബിൾ കേസ് ആർ 4 ഇൻറ്റു 13C9 ഇൻറ്റു 39C4. ദാറ്റ് ഈസ് ഫേവറബിൾ കേസ് എന്ന് പറയുന്നത് 4 സ്യൂട്ട്സ് ഉണ്ട്, അതാണ് 4 ഇൻറ്റു അതുപോലെ 13 കാർഡ്സിൽ 9 കാർഡ്സ്, ദാറ്റ് ഇറ്റ്സ് 13C9 ഇൻറ്റു ബാക്കി 39 കാർഡ്സ് എന്നാണ് നമ്മൾ റിമൈനിങ് 4 കാർഡ്സിനെ സെലക്ട് ചെയ്യുന്നത്, ദാറ്റ് ഈസ് 39C4. സോ നമുക്കവിടെ ഫേവറബിൾ കേസ് കിട്ടി. ഇനി ഡിവൈഡഡ് ബൈ ടോട്ടൽ കേസ് ചെയ്ത് കഴിഞ്ഞാൽ you will be getting the required probability of getting 9 cards of the same suit. Now we can move on to the next question. A car is parked among n cards in a row, not at either end. On his return, the owner finds the exactly R of the n places are still occupied. What is the probability that both neighboring places are empty? അതായത് ഒരു കാറ് പാർക്ക് ചെയ്തിട്ടുണ്ട്. പാർക്ക് ചെയ്ത അയാൾ തിരിച്ചു വരുന്ന സമയത്ത് അയാൾ കാണുന്നത് 6 ഔട്ട് ഓഫ് n പ്ലേസസ് ആർ സ്റ്റിൽ ഒക്കുപ്പൈഡ്. അപ്പോൾ അയാളുടെ കാറും കൂടി ഇൻക്ലൂഡഡ് ആയിട്ടുള്ളതാണ് ഈ 6 ഔട്ട് ഓഫ് n എന്ന് പറഞ്ഞിട്ടുള്ളത്. അതായത് ടോട്ടൽ n സ്പേസ് ഉണ്ട്, അതിൽ 6 സ്പേസും കാറ് ഒക്കുപ്പൈഡ് ആണ്. ഈ 6ൽ ആ പെർട്ടിക്കുലർ പേഴ്സൻ്റെ കാറും ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഈസ് ദി പ്രോബബിലിറ്റി ദാറ്റ് ബോത്ത് നൈബറിങ് പ്ലേസസ് ആർ എംപ്റ്റി? അതായത് അയാളുടെ കാറ് പാർക്ക് ചെയ്തതിൻ്റെ നൈബറിങ് പ്ലേസസ് ബോത്ത് സൈഡ്സും എംപ്റ്റി ആവുന്നതിൻ്റെ പ്രോബബിലിറ്റിയാണ് നമുക്കിവിടെ ഫൈൻഡ് ചെയ്യാനുള്ളത്. സോ ടോട്ടൽ n പ്ലേസസ് ഉണ്ട്. സോ ആ പെർട്ടിക്കുലർ പേഴ്സൻ്റെ കാറ്
പാർക്ക് ചെയ്തപ്പം ബാക്കി എത്ര പ്ലേസസ് ആണ് അവിടെ അവൈലബിൾ ആയിട്ടുള്ളത്? n-1 പ്ലേസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. സോ ടോട്ടൽ 6 കാർസ് അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്, ഇൻക്ലൂഡിങ് ദാറ്റ് പെർട്ടിക്കുലർ പേഴ്സൻ്റെ കാറും കൂടിയാണ്. സോ ബാക്കി ഒക്കുപ്പൈ ചെയ്തിട്ടുള്ള പ്ലേസസ് എത്രയാണ്? r-1 പ്ലേസസ് ആണ്. ഓക്കെ, സോ n-1 പ്ലേസസിൽ അയാളുടേത് കൂട്ടാതെ ഉള്ളതാണ് പറയുന്നത്. n-1 പ്ലേസസിൽ r-1 കാർസ് അവിടെ ഒക്കുപ്പൈഡ് ആയിട്ടുണ്ട്. ഓക്കെ, സോ നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ട ആ പെർട്ടിക്കുലർ പേഴ്സൻ്റെ കാറ് പാർക്ക് ചെയ്തതിൻ്റെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും എം ടി ആവാനുള്ള പ്രോബബിലിറ്റി. സോ നമ്മൾ എ എന്ന് പറഞ്ഞിട്ട് ഡിനോട്ട് ചെയ്യാണ്. എ മീൻസ് ദ ഇവൻറ്റ് ദാറ്റ് ബോത്ത് നൈബറിംഗ് പ്ലേസസ് ഓഫ് ദി ഓണേഴ്സ് കാർ ആർ എം ടി. ഓക്കെ, സോ ദാറ്റ് പെർട്ടിക്കുലർ പേഴ്സൻ്റെ കാറ് പാർക്ക് ചെയ്തിട്ടുള്ള ആ പ്ലേസും അതിൻ്റെ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും എം ടി ആവണം. അപ്പം ഇനി ബാക്കി എത്ര പ്ലേസസ് ഉണ്ട്? n-3 പ്ലേസസ് ആണുള്ളത്. ആ n-3 പ്ലേസസിൽ r-1 കാർസിന് പാർക്ക് ചെയ്യാം. സോ അതാണ് നമ്മുടെ ഫേവറബിൾ കേസസ്, ദാറ്റ് ഈസ് n-3 C r-1. ഓക്കെ, ഐ വിൽ റിപ്പീറ്റ് വൺസ് മോർ. അയാളുടെ കാറ് പാർക്ക് ചെയ്തു, അയാളുടെ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡിലും എം ടി ആവുകയും വേണം. അപ്പം ടോട്ടൽ n-ന്ന് -3 ചെയ്യുന്ന പ്ലേസസ് ഇപ്പോൾ അവിടെ അവൈലബിൾ ആയിട്ടുള്ളൂ. സോ പാർക്ക് ചെയ്ത ടോട്ടൽ കാർസ് എന്ന് പറയുന്നത് 6 അപ്പം ആ ആളുടെ കാറ് കൂട്ടാണ്ട് എത്ര കാർസ് പാർക്ക് ചെയ്തിട്ടുണ്ട്? r-1 കാർസ്. ഓക്കെ, സോ അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു ഫേവറബിൾ കേസ് എന്ന് പറയുന്നത് n-3 C r-1. Therefore probability of A എന്താണ്? ആ കാർ ഓണറിൻ്റെ നൈബറിംഗ് പ്ലേസ് എം ടി ആവുന്ന ആ ഇവൻറ്റ്, അതിൻ്റെ പ്രോബബിലിറ്റി ഫൈൻഡ് ചെയ്യലാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, സോ ദാറ്റ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഫേവറബിൾ കേസസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് കേസസ്. സോ ഫേവറബിൾ കേസും ടോട്ടൽ നമ്പർ ഓഫ് കേസൊക്കെ നമ്മൾ പറഞ്ഞു. ഫേവറബിൾ കേസസ് n-3 C r-1, ടോട്ടൽ കേസസ് n-1 C r-1. ഓക്കെ, next question. If the letters of the word regulations be arranged at random, what is the probability that there will be exactly 4 letters between R and E? Regulations എന്ന് പറയുന്ന ആ ഒരു വേർഡിലെ സ്പെല്ലിങ്സ് നോക്കുക. സോ അതിലുള്ള ആറിനെയും ഇൻ്റെയും ബിറ്റ്വീൻ 4 ലെറ്റേഴ്സ് വരുന്ന രീതിയിൽ എത്ര നമ്പർ ഓഫ് വേസ് നമുക്ക് അറേഞ്ച് ചെയ്യാം എന്നുള്ളത് നമുക്ക് പെർമ്യൂട്ടേഷൻ വെച്ചിട്ടാണ് ചെയ്യാൻ പറ്റുക. ഓക്കെ, സോ നമ്മൾ ഓൾറെഡി പെർമ്യൂട്ടേഷൻ പറഞ്ഞിരുന്നു അവിടെ ഓർഡർ ഓഫ് അറേഞ്ച്മെൻറ്റിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്ന്. ഓക്കെ, സോ ഈ പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്യുന്നത് പെർമ്യൂട്ടേഷൻ യൂസ് ചെയ്തിട്ടാണ്. സോ ഈ റെഗുലേഷൻ എന്ന് പറയുന്ന വേർഡിൽ 11 ലെറ്റേഴ്സ് ഉണ്ട്. ഓക്കെ, സോ അതിൽ ആറിനും ഇനും എന്ന് പറയുന്ന ലെറ്റേഴ്സിന് ഓക്കുപ്പൈ ചെയ്യാവുന്നത് എത്ര വേസിലാണ്? 11p2 ആണ്. ഓക്കെ, സോ ദാറ്റ് ഈസ് 110 പൊസിഷൻസിൽ ഈ ആർ ആൻഡ് ഇക്ക് ഓക്കുപ്പൈ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ദാറ്റ് ഈസ് ടോട്ടൽ നമ്പർ ഓഫ് കേസ് എന്ന് പറയുന്നത് 11p2, ദാറ്റ് ഈസ് ഈക്വൽ ടു 110 എന്നാണ്. ഇനി നെക്സ്റ്റ് നമ്മൾ ഫേവറബിൾ കേസ്, അതായത് ആറിൻ്റെയും ഇൻ്റെയും ബിറ്റ്വീൻ 4 ലെറ്റേഴ്സ് വരുന്ന രീതിയിൽ എങ്ങനെയൊക്കെ അറേഞ്ച് ചെയ്യാമെന്ന് നോക്കാം. ഓക്കെ, സോ ടോട്ടൽ 11 ലെറ്റേഴ്സ് വരുന്നുണ്ട്. സോ ആറിന് ഫസ്റ്റ് പ്ലേസിൽ കൊടുക്കുമ്പം ഇ 6th പ്ലേസിലാവും. അപ്പോഴേ ബിറ്റ്വീൻ 4 ലെറ്റേഴ്സ് വരുള്ളൂ. ഓക്കെ, ഇനി ആറിന് നെക്സ്റ്റ് സെക്കൻഡ് എടുക്കുമ്പം 7th പ്ലേസ്, ആറിന് തേർഡ് കൊടുക്കുമ്പം ഇ 8th പ്ലേസ്. ഓക്കെ, ആറിന് 4th പ്ലേസ് കൊടുക്കുമ്പം ഇ ഇൻ 9th പ്ലേസ്, അതുപോലെ ആറിന് ഇനി 6th പ്ലേസ് കൊടുക്കുമ്പം ഇ ഇൻ 11th പ്ലേസ്. ഓക്കെ, അത്രേ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ ആറിനെയും ഇനെയും ആ ഓർഡറിൽ. ഓക്കെ, ഇതുപോലെ ഇനെ ഫസ്റ്റ് പൊസിഷനിലും ആറിന് 6th പൊസിഷൻ, അങ്ങനെ ഈ 6 കേസ് നമ്മൾ എഴുതിയ പോലെ തിരിച്ചു കൊടുക്കുക. ഇനെ നേരത്തെ ആറിനെ കൊടുത്ത പ്ലേസസിലെല്ലാം ഇനെയും തിരിച്ചും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. സോ നമുക്കിവിടെ ഫേവറബിൾ കേസ് 6 × 2 12 കേസസ് കിട്ടും അല്ലേ? നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന 6 കേസസ് തന്നെ ഇയും ആറും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിക്കൊടുക്കുമ്പം വേറൊരു 6 കേസസും കൂടി വരും. അപ്പോൾ ടോട്ടൽ 12 കേസസ് ഫേവറബിൾ കേസസ് കിട്ടുന്നുണ്ട്.
So here now number of favorable cases 12 and total number of cases 110. So the required probability is 12 by 110, that is equal to 6 by 55 is the answer. Okay. ഇനി ഈ പ്രോബബിലിറ്റിയിൽ നെക്സ്റ്റ് ചോദിക്കാവുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് ഓഡ്സ് ഇൻ ഫേവർ, ഓഡ്സ് എഗെയിൻസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻസ് കാണാം. ഓക്കെ, സോ ആദ്യം അതിൻ്റെ ഫോമുല എന്താണെന്ന് നോക്കാം. ഓഡ്സ് ഇൻ ഫേവർ ഓഫ് എ പെർട്ടിക്കുലർ ഇവൻറ്റ് ഇസ് ഗിവൺ ബൈ നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കംസ് ടു നമ്പർ ഓഫ് അൺഫേവറബിൾ ഔട്ട്കംസ്. ഓക്കെ, അപ്പോൾ സോ നമ്മൾ നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കംസിന് എം എന്ന് കൊടുത്തിരുന്നു. സോ നമ്പർ ഓഫ് അൺഫേവറബിൾ ഔട്ട്കംസ് എന്തായിരിക്കും? ടോട്ടൽ എൻ ആണ്. സോ എന്നിന്ന് ഫേവറബിൾ ഔട്ട്കംസിന് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് നമ്പർ ഓഫ് അൺഫേവറബിൾ ഔട്ട്കംസ്. സോ ഓഡ്സ് ഇൻ ഫേവർ മീൻസ് എം ഈസ് ടു എൻ മൈനസ് എം. അതുപോലെ ഓഡ്സ് എഗെയിൻസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് അൺഫേവറബിൾ ഔട്ട്കംസ് ടു നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കംസ് ആണ്. ദാറ്റ് ഈസ് എൻ മൈനസ് എം ഈസ് ടു എം എന്നുള്ളതാണ്. ഓക്കെ, സോ ഈ ഒരു ഫോർമുല അല്ലെങ്കിൽ ഈ ഒരു ഇക്വേഷൻ നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക. കോമൺ ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. സോ ഇതിനൊരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. എ പാർട്ടി ഓഫ് n persons sit at a round table, find the odds against two specified individuals sitting next to each other. ഓക്കെ, സോ n പേഴ്സണിന് ഒരു റൗണ്ട് ടേബിളിൽ എത്ര നമ്പർ ഓഫ് വേസിൽ അവർക്ക് ഇരിക്കാൻ പറ്റും? n-1 ഫാക്ടോറിയൽ വേസിൽ ഇരിക്കാൻ പറ്റും. സോ അതാണ് ഇവിടെ ടോട്ടൽ നമ്പർ ഓഫ് കേസ് എന്ന് പറയുന്നത്. സോ നമുക്കിവിടെ ഓഡ് എഗെയിൻസ്റ്റ് ആണ് ഫൈൻഡ് ചെയ്യേണ്ടത്. സോ ഓഡ് എഗെയിൻസ്റ്റ് ഓഡ് ഫേവർ എന്നൊക്കെ പറയുമ്പം അവിടെ ഫേവറബിൾ കേസസിൻ്റെയും കാണണം, അതുപോലെ അൺഫേവറബിൾ കേസസിൻ്റെയും നമ്പർ ഫൈൻഡ് ചെയ്യണം. അപ്പോൾ സോ ഫസ്റ്റ് നമുക്ക് ഫേവറബിൾ കേസ് കാണാം. ഫേവറബിൾ കേസ് എന്ന് പറയുന്നത് ആ 2 പേഴ്സൺസ് സിറ്റ് ടുഗദർ എന്നുള്ള കേസാണ്. സോ 2 പേര് ഒരുമിച്ച് ഇരിക്കും. ആ 2 പേരുടെ ഒരുമിച്ച്, അതായത് അവർ അടുത്തടുത്തേ ഇരിക്കുള്ളൂ. ഓക്കെ, അപ്പോൾ ബാക്കി റിമൈനിങ് എത്ര പേരുണ്ട്? n-2 പേഴ്സൺസ് ഉണ്ട്. സോ ഈ n-2 പേഴ്സൺസിന് n-2 ഫാക്ടോറിയൽ വേസിൽ ഇരിക്കാൻ പറ്റും. ഇവിടെ n-2 ഫാക്ടോറിയൽ എന്ന് വരാൻ കാരണം എന്താണ്? ആ n-2 പേഴ്സൺസിൻ്റെ ഡിഫറൻസ്, സീറ്റിംഗ് അറേഞ്ച്മെൻറ്റിൽ വരുന്ന ഡിഫറൻസ് പ്ലസ് ആ 2 പേര് ഒരുമിച്ചേ ഇരിക്കുള്ളൂ. അപ്പോൾ അവരുടെ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് ഒരുമിച്ചേ മാറുന്നുള്ളൂ. ഓക്കെ, അതുകൊണ്ടാണ് അവിടെ n-2 ഫാക്ടോറിയൽ വേസ് എന്ന് പറയുന്നത്. ഇനി അത് മാത്രമല്ല ആ ഫേവറബിൾ കേസിൽ വരിക, ഈ 2 പേഴ്സൺസിന് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്തിരിക്കാൻ പറ്റും. സോ ആ 2 പേഴ്സൺസിന് ഒരാൾ റൈറ്റ് ആകുമ്പം ഒരാൾ ലെഫ്റ്റ്, നേരെ തിരിച്ചും ഇരിക്കാൻ പറ്റും. അപ്പോൾ ആ 2 പേർക്ക് മാത്രം എത്ര വേസിൽ ഇരിക്കാൻ പറ്റും? 2 ഫാക്ടോറിയൽ വേസിൽ അവരുടെ സീറ്റ്സ് ഇൻ്റർചേഞ്ച് ചെയ്തുകൊണ്ട് ഇരിക്കാൻ പറ്റും. ഓക്കെ, സോ നമ്പർ ഓഫ് ഫേവറബിൾ കേസ് എന്ന് പറയുന്നത് ആ 2 ഫാക്ടോറിയൽ ഇൻറ്റു n-2 ഫാക്ടോറിയൽ. സോ ഇനി നമുക്ക് പ്രോബബിലിറ്റി ദാറ്റ് 2 സ്പെസിഫൈഡ് പേഴ്സൺസ് ഓൾവേസ് സിറ്റ് ടുഗദർ, അതായത് പ്രോബബിലിറ്റി ഓഫ് ഫേവറബിൾ കേസ് കാണാം. ദാറ്റ് ഇസ് 2 ഇൻറ്റു n-2 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് കേസ് ആണ്. ദാറ്റ് ഇസ് n-1 ഫാക്ടോറിയൽ. അത് 2 ബൈ n-1 എന്ന് കിട്ടി. ഓക്കെ, ഇനി അൺഫേവറബിൾ കേസിൻ്റെ പ്രോബബിലിറ്റി, അതായത് പ്രോബബിലിറ്റി ദാറ്റ് 2 പേഴ്സൺസ് ഡു നോട്ട് സിറ്റ് ടുഗെദർ, അതെന്ന് പറയുന്ന ടോട്ടൽ പ്രോബബിലിറ്റി 1 ആണ്. അതെന്ന് ഫേവറബിളിൻ്റെ ആ പ്രോബബിലിറ്റി മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് അൺഫേവറബിൾ കേസിൻ്റെ പ്രോബബിലിറ്റി. ദാറ്റ് ഇസ് 1 - 2 ബൈ n-1, ദാറ്റ് ഇസ് n-3 ബൈ n-1. സോ ഇവിടെ നമുക്ക് നമ്പർ ഓഫ് ഫേവറബിൾ കേസസ് ഇസ് ഈക്വൽ ടു 2 ബൈ n-1 എന്നും കിട്ടി. അൺഫേവറബിൾ കേസ് n-3 ബൈ n-1 കിട്ടി. സോ ഓഡ്സ് എഗെയിൻസ്റ്റ് 2 സ്പെസിഫൈഡ് ഇൻഡിവിജ്വൽ സിറ്റിംഗ് നെക്സ്റ്റ് ടു ഈച്ച് അതർ ഇസ് n-3 ഈസ് ടു 2. ദാറ്റ് ഈസ് ഓഡ്സ് എഗെയിൻസ്റ്റ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് അൺഫേവറബിൾ ഔട്ട്കംസ് ടു നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കംസ് എന്നാണ്. സോ ഹിയർ ഇറ്റ് ഈസ് n-3 ഈസ് ടു 2.